ഞാൻ ഇന്നലെ ഒരു കിടക്കയിലാ കിടന്നുറങ്ങി, ഇന്ന് 2 കിടക്കയിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇന്നലെ ഒരു ചോറ് തിന്നു, ഇന്ന് 2 ചോറ് തിന്നാൻ പറ്റുമോ? ഇല്ല. ഇനി എന്താ പ്ലസ് ആവേണ്ടത്? മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് പ്ലസ് ആവേണ്ടത്. ആ വെളിച്ചം പ്ലസ് ആവുന്ന ഒരു മഹാപ്രവർത്തനത്തിനാണ് നിങ്ങൾ ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും നേതൃത്വം കൊടുത്തിരിക്കുന്നത്. പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടി മാത്രം പഠിക്കരുത്. പഠിക്കുന്നത് എന്തിനാ? പഠിക്കുന്നത് വെറുതെ അറിയാനല്ല. പഠിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. പക്ഷിമൃഗാദികളെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ മനുഷ്യനേക്കാൾ മുമ്പ്. അവർക്കൊന്നും പേരുണ്ടായിരുന്നില്ല. ഏതെങ്കിലും പക്ഷിക്കും മൃഗത്തിനും പേരുണ്ടായിരുന്നു മനുഷ്യൻ വരുന്നതിന് മുമ്പ്? ലോകത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും പേര് കൊടുത്തത് മനുഷ്യനാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പേര് കൊടുത്തത് മനുഷ്യനാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കാട്ടിലെ രാജാവ് ആരാ? സിംഹം. പക്ഷെ ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല. അറിഞ്ഞൊക്കെ പിറ്റേന്ന് കൊട്ടാരം വേണം, ഇന്നോവ കാറ് വേണം സഞ്ചരിക്കാൻ, എസ്കോർട്ട് വാഹനം വേണം, പരിചാരകന്മാര് വേണമെന്ന് പറയും. ഇതൊന്നും അറിയില്ല. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. അതിന്റെ ഭക്ഷണം അത് വേട്ടയാടി പിടിച്ചു തിന്നുന്നു. അതിന്റെ പേരിൽ കസേര ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയും, രാജാക്കന്മാർ ഇരുന്നിട്ട് പറയും സിംഹാസനം എന്ന. സിംഹത്തിന് ഇരിക്കാൻ സിംഹാസനമല്ല, ഒരു കസേര പോയിട്ട് ഒരു ഓലത്തടുക്ക് പോലും ഇല്ല. സിംഹത്തെ രാജാവാക്കിയതാരാ? നമ്മളാണ്. ലോകത്തിൽ സകലതിനും പേര് കൊടുത്തത് നമ്മളാണ്. എന്താ നമ്മുടെ പ്രത്യേകത? നമുക്ക് മാത്രമേ ആന്തരികമായ വികാസമുള്ളൂ. പക്ഷിമൃഗാദികൾക്കൊന്നും വികാസമില്ല. ആ ട്യൂബ് ലൈറ്റ് കത്തുന്നത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആന്തരിക വികാസം കൊണ്ടാണെന്ന് അറിയുക. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു അറിയാവോ? ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊക്കെയാ പ്രാർത്ഥിക്കുന്നത്. ഇതൊന്നുമല്ല ആദ്യത്തെ പ്രാർത്ഥന. അല്ലാഹു അക്ബർ എന്നോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നോ ഒന്നുമല്ല ആദ്യത്തെ പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിക്ക് പ്രചോദനമായ പ്രകാശമേ വന്നാലും എന്നാണ്. എന്ന് പറഞ്ഞാൽ പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി മാറുന്ന സൂര്യനെയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ പേര് സൂര്യഗായത്രി എന്നാണ്. ആ അകത്ത വെളിച്ചമാണ് മനുഷ്യന്റെ മഹത്വം. അത് വികസിപ്പിക്കണമെങ്കിൽ പുതിയ ചിന്തകൾ ഉണ്ടാവണം.